നമ്മുടെ ചാനലിലൂടെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസാണ് ജോണർ സ്റ്റഡി. സോ ഓരോ ജോണർ എന്താണ്, ആ ജോണറിലുള്ള സിനിമകൾ എങ്ങനെ കാണണം, അതിൽ മികച്ച സിനിമകൾ ഏതൊക്കെ, സീരീസുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ ബാക്കിയുള്ള ആനിമീസോ അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടൻസുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ള റെക്കമെൻഡേഷനും ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ ഒരു വീഡിയോ സെഗ്മെൻറ്റ് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് പ്രധാന ഉദ്ദേശം തന്നെ ഒരുപാട് പേര് ജോണർ എന്താണെന്ന് അറിയാതെ സിനിമകൾ കണ്ടിട്ട് അവർക്കിപ്പോൾ ആ സിനിമ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. സോ ഈ ജോണർ പർട്ടിക്കുലറായിട്ട് നമ്മൾ കാണുന്നതിന് മുമ്പ് ഏത് ജോണറിലുള്ള സിനിമയാണെന്ന് മനസ്സിലാക്കി കണ്ടാൽ കുറച്ചും കൂടി അതിൻ്റെ ആസ്വാദനം മാറും. സോ അതിനുവേണ്ടി മാത്രമാണ്, അവയർനെസ്സിന് വേണ്ടി മാത്രമാണ്. ഇതും എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാനിവിടെ പറയുക. ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ ഓരോ ജോണേഴ്സും ഇപ്പോൾ ജോണറാണോ ജെൻറയാണോ അങ്ങനത്തെ ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ തന്നെ പല ടൈപ്പിലുണ്ട്. ഞാൻ ജോണർ എന്നായിരിക്കും പറയുക. then ഈ ജോണറിൽ തന്നെ ഒരുപാട് സബ് ജോണേഴ്സ് ഉണ്ട്. സോ സബ് ജോണേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക. അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് എന്താണ് ജോണർ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പൊതുവേ ജോണറിനെ പറ്റിയുള്ള ഒരു ഏകദേശ ധാരണ കിട്ടിയില്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പക്ഷേ ഒരു സർഫസ് ലെവലിൽ മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ, ഇൻ ഡെപ്ത് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സോ ഇതിലൂടെ നമ്മൾ ഓരോ വീഡിയോയിലും ഓരോ പർട്ടിക്കുലർ സബ് ജോണേഴ്സ് എടുത്തായിരിക്കും ചർച്ച ചെയ്യുക. ഇപ്പോൾ സബ് ജോണേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോമഡി എടുത്താൽ അതിൽ തന്നെ സ്ലാപ്സ്റ്റിക് കോമഡി ഉണ്ട്, ഇപ്പോൾ ഈ പറയാൻ പോകുന്ന ബ്ലാക്ക് കോമഡി ഉണ്ട്, ആ രീതിയിൽ പല ആക്ഷൻ കോമഡി, ഇങ്ങനെ പല രീതിയിലുള്ള സബ് കാറ്റഗറീസ് ഉണ്ട്. സോ ആ സബ് കാറ്റഗറീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വീഡിയോ. സോ ആദ്യത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ബ്ലാക്ക് കോമഡിയെ പറ്റിയായിരിക്കും. സോ എന്താണ് ബ്ലാക്ക് കോമഡി എന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അധികം ആൾക്കാർ ചർച്ച ചെയ്യാത്ത വളരെ ഡാർക്ക് ആയിട്ടുള്ള സബ്ജക്ട്സിന് വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നൊരു ജോണറാണ് ഈ ഒരു ബ്ലാക്ക് കോമഡി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷന് ഒരു സറ്റേറിക്കൽ മോഡിൽ ട്രീറ്റ് ചെയ്യുന്നൊരു സിനിമ എന്ന രീതിയിൽ വേണമെങ്കിൽ ബ്ലാക്ക് കോമഡി ചിത്രങ്ങളും സീരീസുകളൊക്കെ തന്നെ പറയാം. സോ ഈ ഒരു ബ്ലാക്ക് കോമഡി എന്നൊരു ജോണർ അധികം ആൾക്കാർ ചെയ്യാറില്ല, ചെയ്യുന്നൊരു അല്ലെങ്കിൽ ഉള്ള സിനിമകളും വളരെ കുറവാണ്. കാരണം ഇത് ചെയ്തെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ആൻഡ് പ്രോപ്പറായിട്ട് കണക്റ്റ് ആയില്ലെങ്കിൽ ആ സിനിമയുടെ മോഡ് തന്നെ മാറും, നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കോമഡി സിനിമകൾ വർക്കൗട്ട് ആവാനുള്ള ചാൻസും വളരെ കുറവാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ അധികം ആൾക്കാർ എടുക്കാത്തത്. ഈ ബ്ലാക്ക് കോമഡിക്ക് ഒരുപാട് ഡെഫിനേഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ ഒരു സറ്റേറിക്കൽ മോഡിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ബ്ലാക്ക് കോമഡി. ഇതിന് ബ്ലാക്ക് കോമഡി ഇത് മാത്രമല്ല, ഡാർക്ക് കോമഡി, ബ്ലാക്ക് ഹ്യൂമർ അല്ലെങ്കിൽ ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ തന്നെ ഇതിനെപ്പറ്റി പറയാറുണ്ട്. ഈ സിനിമകളുടെ പ്രത്യേകത അതിന്റെ സബ്ജക്റ്റിലെ റെലവൻസ് അനുസരിച്ചാണ്. കാരണം ഭയങ്കരധികം റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും ചർച്ച ചെയ്യുക. കാണുന്ന സമയത്ത് നമുക്ക് ചിരി വരും, പക്ഷേ അറ്റ് ദ സെയിം ടൈം കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴായിരിക്കും അയ്യോ ഇത്ര സീരിയസ് ആയിട്ടുള്ള സംഭവം നമുക്ക് ആലോചിക്കും. സോ ഒരേ സമയത്ത് നമുക്ക് ചിരി വരുന്ന രീതിയിലുള്ളതും അതേ സമയത്ത് തന്നെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മുടെ മൈൻഡിൽ നമുക്ക് കോൺഷ്യസ് ആയിരിക്കും എന്ന രീതിയിലായിരിക്കും ബ്ലാക്ക് കോമഡി ചിത്രങ്ങളും പൊതുവെ ഒരുക്കാറുള്ളത്. ആൻഡ് ആ സബ്ജക്റ്റുകളെല്ലാം തന്നെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസോ അല്ലെങ്കിൽ അധികം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അതിന് ഈ ഒരു സറ്റേറിക്കൽ മോഡിലല്ല ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ജോണർ തന്നെ മാറിപ്പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പെൺകുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെടുകയാണ്. ആ കിഡ്നാപ്പ് ചെയ്ത പെൺകുട്ടിയെ ഒരു കൂട്ടം ആൾക്കാർ തേടി അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് വേണമെങ്കിൽ ഒരു നോർമൽ ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ക്രൈം ഡ്രാമ എന്ന രീതിയിലേക്ക് വേണമെങ്കിൽ പോകും. അതേ സമയത്ത് തന്നെ ഈ കിഡ്നാപ്പ് ചെയ്ത പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പോകുന്ന ആൾക്കാർ ഭയങ്കര ഡംബായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര മണ്ടന്മാരായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്താൽ അതിനെ ബ്ലാക്ക് കോമഡി എന്ന് പറയാം. സോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അത്ര സീരിയസ് ആയവരല്ല. അവരതിനെ എങ്ങനെ കാണുന്നു എന്നതായിരിക്കും ഒട്ടുമിക്ക സമയത്തും ബ്ലാക്ക് കോമഡി ചിത്രങ്ങൾ നമുക്ക് കാണും. പക്ഷെ കാണുന്ന അല്ലെങ്കിൽ തേർഡ് പെർസ്പെക്റ്റീവിലൂടെ കാണുന്ന നമുക്ക് മാത്രമായിരിക്കും ചിരി വരിക. ആ സിറ്റുവേഷനിലുള്ള അവർക്ക് ഒരിക്കലും ചിരി വരില്ല. അവർ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരാളെ കൊല്ലാൻ പോകുന്നത് ഭയങ്കര കോമിക്കലായിട്ട് കാണിച്ചാൽ നമുക്ക് ചിരി വരും. പക്ഷെ ആ രണ്ട് ക്യാരക്ടേഴ്സിനെ സംബന്ധിച്ച് അവിടെ ചിരിയല്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഡീൽ ചെയ്യുന്നത്. ഈ രീതിയിലായിരിക്കും ബ്ലാക്ക് കോമഡി ചിത്രങ്ങൾ മുഴുവനായിട്ട്. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ തന്നെ എടുത്താൽ 80s and 90s ഒരുപാട് നല്ല ബ്ലാക്ക് കോമഡി ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ലേബൽ ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു ജോണറിൽ പെടുത്താൻ പറ്റുന്നത്. പക്ഷേ ഇതിലൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി മലയാളത്തിൽ തന്നെ പുറത്തിറങ്ങിയ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സും ജയ് ജയ് ഹേ എന്ന ചിത്രമൊക്കെ തന്നെ മലയാളത്തിലെ മികച്ച ബ്ലാക്ക് കോമഡിക്ക് ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണെന്ന് പറയാം. പക്ഷേ ഈ രണ്ട് സിനിമകൾക്കും രണ്ട് കോണ്ടെക്സ്റ്റുകളാണ്, രണ്ട് രീതിയിലാണ് ഈ സിനിമ വർക്കൗട്ട് ആയിട്ടുള്ളത്. ഈ ഇപ്പോൾ ജയ് ജയ് ഹേ എന്ന സിനിമ എടുത്താൽ അതൊരു നല്ല കോമഡി ചിത്രം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് റീസെൻ്റ്ലി പുറത്തിറങ്ങിയ കോമഡി ചിത്രം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ട്രാക്ക് തന്നെ മാറി പോകുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ ബ്ലാക്ക് കോമഡി മൂവി. സോ എങ്ങനെ ഈ സിനിമ ബ്ലാക്ക് കോമഡിയിൽ വരുന്നു എന്ന് ചോദിച്ചാൽ ആ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഡൊമസ്റ്റിക് അബ്യൂസ് എന്നൊരു കാര്യമാണ്. സോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഭയങ്കരധികം റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. സോ ഡൊമസ്റ്റിക് അബ്യൂസ് പോലുള്ളൊരു കാര്യത്തെ ഒരു സറ്റേറിക്കൽ മോഡിൽ ട്രീറ്റ് ചെയ്തപ്പോൾ അതിന്റെ ഇൻപുട്ട് തന്നെ മാറി, അതിനെ കൺസീവ് ചെയ്ത വിധം തന്നെ മാറി. എങ്കിലും സിനിമ കണ്ടു ഇറങ്ങി വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സബ് കോൺഷ്യസ് മൈൻഡിലെങ്കിലും നമുക്ക് ആ കാര്യം തലയിൽ കയറിയിട്ടുണ്ടാവും. ഓക്കെ, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് വേറെ രീതിയിലെങ്കിലും കൺവേ ചെയ്താൽ ആ ഒരു സിനിമ ആ ഒരു ജോണറിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. സോ ആ രീതിയിലും ബ്ലാക്ക് കോമഡി ചിത്രങ്ങൾ ഡീൽ ചെയ്യാം എന്നൊരു വിധം കാണിക്കുമ്പോൾ അറ്റ് ദ സെയിം ടൈം ഇതിന്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർഷനാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയാം. രണ്ടും ബ്ലാക്ക് കോമഡി
കോമഡിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ജയ് ഹിന്ദ് ബ്ലാക്ക് കോമഡിയാണ്, മുകുന്ദൻ ഉണ്ണിയും ബ്ലാക്ക് കോമഡിയാണ്. പക്ഷെ മുകുന്ദൻ ഉണ്ണിയുടെ കാര്യം എടുത്താൽ ഈവൻ ഇത്ര വലിയ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ തലതൊട്ടപ്പന്മാരെന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും ആ സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ സിനിമയുടെ ജോണർ പോലും മനസ്സിലായിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വിവാദങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ നിൽക്കുന്നില്ല. കാരണം അത് ഭയങ്കര ഷെയിംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാരണം ഇത്രയും വലിയ സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ഇത്രയും വലിയ എല്ലാം അറിയുന്ന ആൾക്കാർക്ക് പോലും അതിൻ്റെ ജോണർ എന്താണെന്ന് അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏത് ജോണറിലുള്ള സിനിമയാണ്, ബ്ലാക്ക് കോമഡി എന്താണെന്ന് അറിയാണ്ടാണ് ഇത്രയും കാലം ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വെരി ഷെയിംഫുൾ സിറ്റുവേഷൻ. സോ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ആ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലൂടെ പോകുന്ന ഒരു ബ്ലാക്ക് കോമഡി ചിത്രമാണെന്ന് പറയാം. ഞാൻ ഈ പറഞ്ഞ പോലെ ജയ് ഹേയിൽ ഡൊമസ്റ്റിക് അബ്യൂസ് കാണിച്ചെങ്കിൽ നമ്മുടെ ജയ് ഗില്ലിഗലിന്റെ നൈറ്റ് ക്രോളർ പോലെ ഒരു ക്യാരക്ടറാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസന്റെ. സോ ആ ഒരു ക്യാരക്ടറിലൂടെ ഒരുപാട് പേരുടെ ലൈഫാണ് സിനിമ എടുത്ത് കാണിക്കുന്നത്. റിയൽ ലൈഫിൽ നടക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് അതേപോലെ തന്നെ നമുക്ക് കാണുന്നത് കൊണ്ട് കുറേ പേർക്ക് ആ സിനിമ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര നെഗറ്റീവ് ആണെന്നൊക്കെ പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് റിയൽ എന്ന കാര്യം മനസ്സിലാക്കിയവർക്ക് ആ സിനിമ വൃത്തിക്ക് കണക്ട് ആവും. സോ എന്നെ സംബന്ധിച്ച് റീസെന്റ് ഇയേഴ്സിൽ ഇന്ത്യയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ബ്ലാക്ക് കോമഡി ചിത്രമാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. പക്ഷെ ആൾക്കാർ അതിനെ കൺസീവ് ചെയ്ത ഇതാണ് പ്രശ്നം. സോ ആ രീതിയിലും ബ്ലാക്ക് കോമഡി നമുക്ക് ട്രീറ്റ് ചെയ്യാം, ജയ് ഹേ പോലുള്ള രീതിയിലും ട്രീറ്റ് ചെയ്യാം. പക്ഷെ രണ്ടും കിഡിലൻ എക്സാമ്പിൾസ് ആണ്, രണ്ട് വേറിട്ട തലങ്ങളിൽ നിൽക്കുന്ന ബ്ലാക്ക് കോമഡി മലയാള ചിത്രങ്ങൾ എന്നതിൽ. ഇനിയിപ്പോൾ മലയാളം വിട്ട് തമിഴ് ഫിലിം ഇൻഡസ്ട്രി എടുത്താൽ അതിൽ ഒരുപാട് ഇതുപോലെ നല്ല നല്ല കുറെ ബ്ലാക്ക് കോമഡി ചിത്രങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ റീസെന്റ് ഇയേഴ്സിൽ പുറത്തിറങ്ങിയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ നെൽസൺ ദിലീപ് കുമാർ എന്ന ഡയറക്ടർ ഇത്തരത്തിൽ ബ്ലാക്ക് കോമഡി ജോണറിനെ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ റീസെന്റ് പുറത്തിറങ്ങിയ ജയിലറും ബീസ്റ്റും അതൊരു ബ്ലാക്ക് കോമഡി മൂവിയല്ല, അതിന് ജോണർ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഇറ്റ്സ് ആൻ ആക്ഷൻ കോമഡി മൂവി. അതുകൊണ്ട് തന്നെ ജോണറിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ തൊട്ട് മുമ്പത്തെ സിനിമകളായ ഇപ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ പിന്നെ കോലമാവ് കോകില, ഈ രണ്ട് സിനിമകളും ബ്ലാക്ക് കോമഡി ജോണറിൽ വരുന്ന സിനിമകളാണെന്ന് പറയാം. കൂടാതെ 2013 പുറത്തിറങ്ങിയ വിജയ് സേതുപതി ചിത്രമായ സൂദ്കാവും 2002 കമൽഹാസൻ ചിത്രമായ പഞ്ചതന്ത്രം, ജിൽ ജങ് ജഗ് തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ തമിഴിലെ മികച്ച ബ്ലാക്ക് കോമഡി ചിത്രങ്ങളാണെന്ന് പറയുമ്പോൾ, ഇനി ഹിന്ദിയിലേക്ക് പോയാൽ അന്ധതുൻ, ഡൽഹി ബെല്ലി, മോണിക്ക ഓ മൈ ഡാർലിംഗ് തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ ബോളിവുഡിലെ മികച്ച ബ്ലാക്ക് കോമഡി ചിത്രങ്ങൾക്കുള്ള പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. ഇന്ത്യൻ സിനിമകളിൽ ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് ബ്ലാക്ക് കോമഡി ചിത്രങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇന്റർനാഷണൽ സിനിമകൾ എടുത്താൽ ബെസ്റ്റ് പിക്ചറിനുള്ള ഓസ്കാർ കിട്ടിയ ബോൺ ജൂഹുവിന്റെ പാരസൈറ്റ് ഒട്ടുമിക്ക എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയായിരിക്കും. ഇറ്റ്സ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ എ ബ്ലാക്ക് കോമഡി മൂവി. ആ സിനിമ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്നുള്ളതൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന വിധം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സിനിമ ബ്ലാക്ക് കോമഡി എന്ന ജോണറിൽ കയറി പറ്റിയിട്ടുള്ളത്. ദെൻ ഇത് കൂടാതെ ദി ഡിക്റ്റേറ്റർ, ബാൻഷീസ് ഓഫ് ഇനീഷ്യറി, 1996 ഫാർഗോ, ദി വൂൾഫ് ഓഫ് ദി വാൾ സ്ട്രീറ്റ്, ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സ്, ദി ട്രയാങ്കിൾ ഓഫ് സാഡ്നസ് എന്നീ സിനിമകളൊക്കെ തന്നെ ബ്ലാക്ക് കോമഡി എന്നൊരു ജോണറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സിനിമകളാണ്. ഇനിയിപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും ചാർലി ചാപ്ലിൻ ചിത്രങ്ങൾ. ഒട്ടുമിക്ക ചാർലി ചാപ്ലിൻ കണ്ടന്റ്സും ബ്ലാക്ക് കോമഡിയിൽ പെടുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന സിനിമയൊക്കെ തന്നെ ഇറ്റ്സ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ ഹൗ ടു ട്രീറ്റ് അല്ലെങ്കിൽ ഹൗ ടു മേക്ക് എ ബ്ലാക്ക് കോമഡി മൂവി. ഇനിയിപ്പോൾ സിനിമകൾ വിട്ട് സീരീസിലേക്ക് പോയാൽ അവിടെ ഒരുപാട് ഇത്തരത്തിലുള്ള നല്ല നല്ല കുറെ ബ്ലാക്ക് കോമഡി സീരീസുകളുണ്ട്. പ്രത്യേകിച്ച് നെറ്റ്ഫ്ലിക്സിലൂടെ റീസെന്റ് പുറത്തിറങ്ങിയ ബീഫ് എന്ന സീരീസ്, കൂടാതെ ബാരി, ഫ്ലീ ബാഗ്, ദി വൈറ്റ് ലോട്ടസ്, ഫാർഗോ, ദെൻ കിഡിലൻ സീരീസ് ആയ സക്സഷൻ ഒക്കെ തന്നെ മികച്ച ബ്ലാക്ക് കോമഡി TV സീരീസുകൾക്കുള്ള എക്സാമ്പിളാണ്. ഈ ഒരു ജോണർ സിനിമകളും സീരീസുകളിൽ മാത്രം ലിമിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒന്നല്ല. നമ്മളിപ്പോൾ കാണുന്ന ഒട്ടുമിക്ക അല്ലെങ്കിൽ കുറെയൊക്കെ യൂട്യൂബ് വീഡിയോസിലും ഈ ഒരു ജോണർ ഫോളോ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞു വന്നത് ബ്ലാക്ക് കോമഡി എന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനെ ഭയങ്കര സിമ്പിൾ ആൻഡ് സറ്ററിക്കൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ജോണർ എന്നതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജോണർ അത്ര എളുപ്പമല്ല എടുക്കാൻ, അത്ര എളുപ്പമല്ല നമുക്ക് ഇഷ്ടപ്പെടാനും. ഇങ്ങനെ നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സിനിമകളും സീരീസുകളും മാത്രമാണ് ഞാനിവിടെ സജസ്റ്റ് ചെയ്ത്. ഇതല്ലാതെയും ഒരുപാട് നല്ല ബ്ലാക്ക് കോമഡി സിനിമകളും സീരീസുകളൊക്കെ ഉണ്ട്. സോ ഈ ജോണറിനെ പറ്റി വലിയ പിടിയില്ലാത്തവർക്ക് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആൻഡ് ഓൾറെഡി ഈ ഒരു ജോണറിലെ ഒട്ടുമിക്ക നല്ല സിനിമകളും സീരീസുകളൊക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങൾ കണ്ടതിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറെ ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട ബ്ലാക്ക് കോമഡി സിനിമകളും സീരീസുകളും ഏതൊക്കെയാണുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ജോണറായിട്ട് വരാം. ബൈ.